ലവ് ഷോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2023 ചോദിച്ച PSC പരീക്ഷകളിൽ ആവർത്തിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDC LP UP 2024 പരീക്ഷകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്യുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ആൻസർ ഓപ്ഷൻ ബി ആണ് 30 ഡിഗ്രി. 30 ഡിഗ്രിയിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക. ആൻസർ ഓപ്ഷൻ ബി 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. നേർപ്പിച്ച HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. ഓപ്ഷൻ എ ഹൈഡ്രജൻ. ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായി ഈ തത്വം ആരുടേതാണ്? ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആർക്കിമിഡീസ്. ആർക്കിമിഡീസ് തത്വമാണിത്. അതായത് ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് എന്നത് ആർക്കിമിഡീസിൻ്റെ തത്വമാണ്. ആർക്കിമിഡീസ് തത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐസ് ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കുറയുന്നു. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് കുറവാണ് സംഭവിക്കുന്നത്. വ്യാപ്തം കുറയുന്നു. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ആൻസർ ഓപ്ഷൻ സി ജെഫ് ബെസോസ്. ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബെസോസ്. ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് ജെഫ് ബെസോസ്. അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിൻ്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? അതായത് അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിൻ്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ് മൈക്കിൾ കോളിൻസ്. മൈക്കിൾ കോളിൻസ് ആണ് 2021 ഏപ്രിൽ 21 അന്തരിച്ച അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിൻ്റെ പൈലറ്റ് മൈക്കിൾ കോളിൻസ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്സ്. നിലവിൽ കേരള ആരോഗ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി വീണ ജോർജ് ആണ് നിലവിൽ കേരള ആരോഗ്യമന്ത്രി. കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വൈറസ് ആണ് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ലോക ജനസംഖ്യാ ദിനം എന്ന്? ജൂലൈ 11. ഓപ്ഷൻ ഡി ആണ് ലോക ജനസംഖ്യാ ദിനം
ജൂലൈ 11-നാണ്. ജൂലൈ 11. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ജനീവ. ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ജനീവ. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യാൻസർ. ഓങ്കോളജി ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ്, അല്ലെങ്കിൽ ഓങ്കോളജി എന്ന അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇവിടെ ആൻസർ 72, ഓങ്കോളജി ക്യാൻസർ. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT വാക്സിന് കുട്ടികളിൽ നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, വില്ലൻ ചുമ. വില്ലൻ ചുമയെ പ്രതിരോധിക്കാനാണ് DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത്. വില്ലൻ ചുമ. സിക്ക വൈറസ് ബാധക്ക് കാരണമായ കൊതുക് ഇനം ഏത്? സിക്ക വൈറസ് ബാധക്ക് കാരണമായ കൊതുക് ഇനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഈഡിസ്. ഈഡിസ് ആണ് ആൻസർ. സിക്ക വൈറസ് ബാധക്ക് കാരണമായ കൊതുക് ഇനമാണ് ഈഡിസ്. 74 ഓപ്ഷൻ സി ആണ്, ഈഡിസ്. സംയോജിത ശിശു വികസന സേവന പദ്ധതി, അതായത് ICDS ആരംഭിച്ച വർഷം? സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം ഏത്? 1975. ICDS ആരംഭിച്ച വർഷം 1975 ICDS. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിക്കുന്നത്? ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1000. 1000 ആളുകൾക്കാണ്, അല്ലെങ്കിൽ 1000 ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ആൻസർ സി, വയറിളക്ക രോഗങ്ങൾ. വയറിളക്ക രോഗങ്ങൾക്ക് നൽകുന്ന പ്രതിരോധമാണ് ORT, വയറിളക്ക രോഗങ്ങൾ. ആൻസർ ഓപ്ഷൻ സി, ORT നൽകുന്നത് വയറിളക്ക രോഗങ്ങൾക്കാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, പൂനെ. പൂനെയിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, പൂനെ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. മെലിഞ്ഞ രോഗം അല്ലെങ്കിൽ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏത്? മെലിഞ്ഞ രോഗം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എയ്ഡ്സ്. എയ്ഡ്സ് രോഗമാണ് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം. എയ്ഡ്സ്, മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സിനെയാണ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന്? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ സി ആണ്, 2010. 2010 ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. ആൻസർ 2010. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും GK ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.